നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ 9ാം പതിപ്പ് ഈ മാസം 27-ന് റിയാദിൽ തുടങ്ങും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ 20-ലധികം രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 8,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ റിച്ചാർഡ് അറ്റിയാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തവണത്തെ സമ്മേളനത്തിൽ മാധ്യമ പങ്കാളിയായി 24-ഉം പങ്കെടുക്കും. റിയാദിലെ റിറ്റ്സ് കാർട്ടണിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ വെച്ചാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടി നടക്കുക. വൻ പരിവർത്തനം എന്ന ശീർഷകത്തിലാണ് സമ്മേളനം. നിർമ്മിത ബുദ്ധി, പുതിയ സാങ്കേതിക വിദ്യകൾ, സുസ്ഥിര വികസനം, നയരൂപീകരണം, നിക്ഷേപം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും. 7,500-ലധികം പങ്കാളികളും 600-ലധികം പ്രമുഖ പ്രഭാഷകരും പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 250 ചർച്ചാ സെഷനുകളും നടക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് യൂനുസ്, സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് ഷറാർ ഉൾപ്പെടെ 20-ലധികം രാഷ്ട്ര നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതേസമയം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. $60 ബില്യൺ നിക്ഷേപ കരാറാണ് കഴിഞ്ഞ തവണത്തെ സമ്മേളനത്തിൽ ഒപ്പുവെച്ചത്. ഇത്തവണ ഇത് കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ റിച്ചാർഡ് അറ്റിയാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊപ്പം ഇത്തവണത്തെ സമ്മേളനത്തിൽ 24-ഉം മാധ്യമ പങ്കാളിയായി പങ്കെടുക്കുന്നുണ്ട്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി. കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അപകടത്തിൽ കാണാതായ എറണാകുളം പിറവം സ്വദേശി ഇന്ദ്രജിത്തിനായി തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബെയ്റ തുറമുഖത്ത് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ കാണാതായ 2 മലയാളികൾക്കായി തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിലെ വസ്ത്രങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇന്ന് തിരിച്ചറിഞ്ഞു. ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായ ശ്രീരാഗ് രാധാകൃഷ്ണന്റേതാണ് മൃതദേഹമെന്ന് സ്ഥിരീകരിച്ചതായി ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. ഷിപ്പിംഗ് ഡയറക്ടറേറ്റിന്റെ ചിലവിൽ നാട്ടിലേക്ക് അയക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MPയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം അപകടത്തിൽ കാണാതായ എറണാകുളം പിറവം സ്വദേശി ഇന്ദ്രയത്തിന്റെ കുടുംബം ആശങ്കയിലാണ്. സാങ്കേതികവിദ്യയുടെ കുറവ് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ടെന്നും ഇന്ത്യൻ നേവി കൂടി തിരച്ചിൽ പങ്കാളിയാകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. 3 ദിവസത്തോളമായി ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതിന്റെ ഒരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. മൊസാംബിക് സർക്കാരുമായി അടിയന്തരമായി ഏകോപനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. 24, കൊല്ലം. സമാധാന കരാർ പ്രഖ്യാപിച്ചിട്ടും വെടിനിർത്തൽ സാധ്യമാകാതെ ഗസ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം ഇസ്രയേൽ ആക്രമണത്തിൽ 97 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഈജിപ്തിലെ കെയ്റോ കേന്ദ്രീകരിച്ചുള്ള സമാധാന ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഒക്ടോബർ 10-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം 80 തവണ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു. 97 പേർ മരിക്കുകയും 230 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. വെടിനിർത്തൽ ഇപ്പോഴും പ്രാബല്യത്തിലാണെന്നും സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമം തുടരുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഈജിപ്തിലെ കെയ്റോ കേന്ദ്രീകരിച്ച് ഇരുപക്ഷത്തെയും നേതാക്കൾ ഭാഗമാകുന്ന സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെടിനിർത്തൽ ആദ്യം ലംഘിച്ചത് ഹമാസാണ് എന്നായിരുന്നു ഇസ്രായേലിന്റെ വാദം. റഫ അതിർത്തിക്ക് സമീപം ഇസ്രായേലി സൈന്യത്തിനു നേരെ ഹമാസ് വെടിയുതിർത്തതാണ് വീണ്ടും ആക്രമണം തുടങ്ങുന്നതിന് കാരണമായതെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലാണ് വെടിനിർത്തൽ ലംഘിച്ചത് എന്ന ആരോപണവുമായി ഹമാസും രംഗത്തെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 50-ലധികം പേർ ഗസയിൽ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 68,000 കടന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. AFC ചാമ്പ്യൻസ് ലീഗിൽ FC ഗോവയെ നേരിടാൻ സൗദിയിലെ അൽ നസർ ടീം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെയാണ് ടീം പുറപ്പെട്ടത്. ബുധനാഴ്ചയാണ് അൽ നസർ FC ഗോവ മത്സരം. AFC ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് ഡിയിൽ 3-ാം റൗണ്ടിലാണ് സൗദിയിലെ അൽ നസർ FC ഗോവയെ നേരിടുന്നത്. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ 22-ാം തീയതി ബുധനാഴ്ച രാത്രി 7:15-നാണ് മത്സരം. മത്സരത്തിനായി അൽ നസർ താരങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു. സ്വകാര്യ ജെറ്റിൽ റിയാദിൽ നിന്ന് പുറപ്പെട്ട സംഘം രാത്രിയോടെ ഗോവയിലെത്തും. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെയാണ് അൽ നസർ ടീം ഇന്ത്യയിലേക്ക് പറന്നത്. കളിക്കില്ലെങ്കിലും ടീമിനൊപ്പം റൊണാൾഡോ ഇന്ത്യയിലെത്തുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ.
എന്നാൽ റൊണാൾഡോ ഉൾപ്പെടെ മറ്റു ചില വിദേശ താരങ്ങളെയും സ്ക്വാഡിൽ നിന്ന് പരിശീലകൻ ജോർജ് ജീസസ് ഒഴിവാക്കിയിട്ടുണ്ട്. പരുക്കുമൂലം ക്രൊയേഷ്യൻ താരം മാർഷലോ ബ്രസോവിച്ചും ടീമിലില്ല. എന്നാൽ അൽ നസറിന്റെ സീസണിലെ ടോപ്പ് സ്കോററായ യാവോ ഫെലിക്സ്, സാദിയോ മാനെ, കിങ്സ്ലി കോമാൻ, ഇനിഗോ മാർട്ടിനസ് തുടങ്ങിയ താരങ്ങൾ FC ഗോവയുമായുള്ള മത്സരത്തിലുണ്ടാകുമെന്നാണ് സൂചന. ഗ്രൂപ്പിൽ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 6 പോയിന്റുമായി അൽ നസർ ഒന്നാമതാണ്. FC ഗോവയാകട്ടെ പോയിന്റൊന്നുമില്ലാതെ 4ാം സ്ഥാനത്തും. ഇറാഖിലെ അൽ സൗറ, തജിക്കിസ്ഥാനിലെ FC ഇസ്തിക്ലോൽ എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു 2 ടീമുകൾ. മികച്ച ഫോമിലുള്ള അൽ നസർ സൗദി പ്രോ ലീഗിൽ 5 റൗണ്ട് പൂർത്തിയായപ്പോൾ 1ാം സ്ഥാനത്താണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കേരളത്തിൽ തുലാവർഷം തിമിർത്ത് പെയ്യുകയാണ്. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെയും സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കൊച്ചിയിൽ കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇടിമിന്നലിൽ പിറവത്തിനടുത്ത് ഇലഞ്ഞിയിൽ വീട് തകർന്നു. കനത്ത മഴയിൽ കണ്ണൂർ ചെറുപുഴയിൽ വ്യാപക നഷ്ടമുണ്ടായി. തൃശൂർ മാള പുത്തൻചിറയിൽ ഇടിമിന്നലേറ്റ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഉറച്ച് NK പ്രേമചന്ദ്രൻ MP. ബിന്ദു അമ്മിണിക്കും കനകദുർഗയ്ക്കും പൊറോട്ടയും ബീഫും വാങ്ങി നൽകി മല കയറ്റിയെന്ന് പറഞ്ഞത് ആധികാരിക വിവരത്തിൽ നിന്നാണെന്നാണ് വാദം. NK പ്രേമചന്ദ്രന് മറുപടിയുമായി ബിന്ദു അമ്മിണിയും പിന്തുണച്ച് BJP നേതാവ് K സുരേന്ദ്രനും രംഗത്തെത്തി. പാലായിലെ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി. അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മല ചവിട്ടാൻ കൊണ്ടുപോയത്. കോൺഗ്രസിന്റെ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പന്തളത്ത് NK പ്രേമചന്ദ്രന്റെ പ്രസംഗത്തിലെ പരാമർശമാണ് വിവാദമായത്. സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ഉയർന്നതോടെയാണ് നിലപാട് ആവർത്തിച്ച് NK പ്രേമചന്ദ്രൻ വീണ്ടും രംഗത്തെത്തിയത്. ബീഫ് വിഷയമാക്കിയാലുണ്ടാകുന്ന വർഗീയ ധ്രുവീകരണം പ്രേമചന്ദ്രന് വ്യക്തമായി അറിയാമെന്ന് ബിന്ദു അമ്മിണിയുടെ മറുപടി. കൃത്യമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ഇത് ചെയ്തിട്ടുള്ളത്. NK പ്രേമചന്ദ്രന്റെ ആരോപണത്തിന് പിന്തുണയുമായി BJP നേതാവ് K സുരേന്ദ്രൻ രംഗത്തെത്തി. സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത്. ബീഫും പൊറോട്ടയും കൊടുത്തു എന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഞാൻ പ്രേമചന്ദ്രനോട് തന്നെ ചോദിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെ NK പ്രേമചന്ദ്രനെ വിമർശിച്ചു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കൈപ്പറ്റിയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകാറുണ്ടായിരുന്നുവെന്ന് ബംഗളൂരുവിലെ സ്പോൺസർ രമേശ് റാവു 24നോട് പറഞ്ഞു. 2019 ജൂലൈ 20 ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കൈപ്പറ്റി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ടതു മുതൽ ഇയാൾക്കും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ആദ്യം അനന്ത സുബ്രഹ്മണ്യം ബംഗളൂരുവിൽ സൂക്ഷിച്ചു. പിന്നാലെ ഹൈദരാബാദിലേക്ക് എത്തിച്ച് നാഗേഷിന് കൈമാറിയതും അനന്ത സുബ്രഹ്മണ്യം ആണെന്നാണ് വിവരം. ഇതോടെയാണ് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തത്. ആദ്യം ഒറ്റയ്ക്കിരുത്തിയും പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തിയും ചോദ്യം ചെയ്തെന്നാണ് വിവരം. ഇന്ന് തിരുവനന്തപുരം ഇഞ്ചിക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP ശശിധരന്റെ നേതൃത്വത്തിൽ SIT യോഗം ചേർന്നു. പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിരുന്നു യോഗം. അന്നദാനത്തിനുൾപ്പെടെ ശബരിമലയിലേക്കുള്ള പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് നൽകാറുള്ളതെന്ന് ബംഗളൂരിലുള്ള സ്പോൺസർ രമേശ് റാവു 24നോട്. இல்லை சார், ஒரு வாட்டி நம்ம உண்டியில் எவ்வளோ கிடைக்குதோ 75,000 50,000 அந்த மாதிரி ஒரு வாட்டி எவ்வளோ எங்களுக்கு அட்ஜஸ்ட்மெண்ட் ஆகுதோ அவ்வளோ நானும் காசு கொடுத்துருந்தேன். அவருக்கு அன்னதானம் பண்ணி நின்றா சார், எங்கள் கண்ணில் தெரிஞ்சு நின்றுச்சு. அது சாப்பாடு இலை சாப்பாடு போட்டு நின்றா சார், அவ்வளோதான். അന്നദാനത്തിക്ക് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും തട്ടിപ്പ് സംഘത്തിലെയും 15ഓളം പേരുടെ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള അന്വേഷണം 2ാം ഘട്ടത്തിലുണ്ടാകും. 24 തിരുവനന്തപുരം. എറണാകുളത്ത് നിന്നും പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു. കഴിഞ്ഞയാഴ്ച പിടികൂടിയ എയർ ഹോണുകളാണ് MVയുടെ നേതൃത്വത്തിൽ തവിടുപൊടിയാക്കിയത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. എയർ ഹോണുകൾ പിടിച്ചെടുക്കുന്നത് കർശനമായി നടപ്പാക്കണമെന്നും പിടിച്ചെടുത്തവ റോഡ് റോളർ ഉപയോഗിച്ച് തകർക്കണമെന്നുള്ളതുമായിരുന്നു KB ഗണേഷ് കുമാറിന്റെ ഉത്തരവ്. പറഞ്ഞതുപോലെ പ്രവർത്തിച്ച് MVD. കഴിഞ്ഞയാഴ്ച പിടിച്ചെടുത്ത എയർ ഹോണുകൾക്ക് മുകളിലൂടെ കടവന്ത്രയിൽ വെച്ച് റോഡ് റോളർ കയറ്റി.
സ്വകാര്യ ബസ്സുകളിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മറ്റ് അന്യ സംസ്ഥാന വാഹനങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത്. അതെ. എറണാകുളത്ത് രണ്ടാമത്തെ തവണയാണ് എയർഹോണുകൾ നശിപ്പിക്കുന്നത്. നടപടി തുടരാനാണ് തീരുമാനം. 24 കൊച്ചി. കോൺഗ്രസ് പുനഃസംഘടനയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ. സഭയുടെ വോട്ട് വേണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്ന് വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ പ്രതികരിച്ചു. സഭ പറയുന്ന അടിസ്ഥാനത്തിൽ അല്ല കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന KPCC അധ്യക്ഷന്റെ പ്രതികരണമാണ് സഭയെ ചൂടിപ്പിച്ചത്. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹി? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട് കോൺഗ്രസ്. KPCC ഭാരവാഹി പട്ടികയിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസിന്റെ വിമർശനത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഈ മറുപടി. ഇതിനെതിരെയാണ് ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ രംഗത്തെത്തിയത്. മലങ്കര സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണം. സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തവുമല്ലെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വിമർശനം ശക്തമായതോടെ KPCC അധ്യക്ഷൻ നിലപാട് മയപ്പെടുത്തി. ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ എല്ലാവർക്കും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് എല്ലാവരും ഉന്നയിക്കുന്ന നല്ല കാര്യങ്ങൾ പരിഗണിക്കും. ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നാലെ ലത്തീൻ സഭയും KPCC പട്ടികയിൽ വിമർശനവുമായി എത്തിയിരുന്നു. 24 കോട്ടയം. INS വിക്രാന്തിൽ നാവികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈനിക വേഷത്തിലായിരുന്നു പ്രധാനമന്ത്രി ആഘോഷങ്ങളുടെ ഭാഗമായത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് INS വിക്രാന്ത് എന്ന പേര് കേട്ടാൽ പാകിസ്ഥാന് ഉറക്കം നഷ്ടമാകുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗോവ തീരത്ത് INS വിക്രാന്തിൽ നാവികസേനാംഗങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീപാവലി ആഘോഷം. സൈനികർക്ക് മധുരം നൽകി പ്രധാനമന്ത്രി. ധീരരായ നാവികർക്കൊപ്പം ആഘോഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് പ്രധാനമന്ത്രി. INS വിക്രാന്തിന്റെ പേര് കേട്ടാൽ പാകിസ്ഥാന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ ഉണ്ടായിരുന്നുവെന്നും മോദി. വിക്രാന്തിനെ अपने नाम से ही पूरे पाकिस्तान की रातों की नींद उड़ा दी थी. जिसका नाम ही दुश्मन के साहस का अंत कर दे वो है INS വിക്രാന്ത്. മൂന്ന് സേനകളുടെയും ഏകോപനത്തോടെയുള്ള അസാമാന്യ പ്രകടനമാണ് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതെന്നും പ്രധാനമന്ത്രി. ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ ആയുധങ്ങൾ തകർത്തുവെന്നും മോദി. മാവോയിസ്റ്റ് മുക്ത ഇന്ത്യ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. 67ാം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരം ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയാണ് ഒളിമ്പിക്സ് മാതൃകയിൽ കായികമേള തുടങ്ങുക. വിവിധ ജില്ലകളിൽ നിന്നായി 25,000-ലധികം വിദ്യാർത്ഥികളാണ് കായികമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. കാസർഗോഡ് നിന്നുള്ള ആദ്യ ബാച്ച് കായിക താരങ്ങളെ മന്ത്രിമാരായ GR അനിലും V ശിവൻകുട്ടിയും ചേർന്ന് സ്വീകരിച്ചു. ഇത്തവണ മടക്കം കപ്പെടുത്ത് മാത്രം എന്നാണ് കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണം. മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ ആവേശോജ്വലമായ തുടക്കമാണ്. അതിനായിട്ടുള്ള കായിക താരങ്ങൾ ഇന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ആര് കപ്പടിക്കും ഇത്തവണ? കാസർഗോഡ് ടീം. തിരുവനന്തപുരമൊക്കെ ശക്തമായ മത്സരം നടക്കും. എന്നാലും നമ്മ അടുത്തിട്ട് വരും. കാസർഗോഡാവും. ആ ആവേശം ഒന്ന് കാണിച്ചു. ഇത്തവണ തിരുവനന്തപുരംകാരൊക്കെ കൃത്യമായിട്ട് അവർ തിരുവനന്തപുരത്ത് മത്സരം നടക്കുന്നതുകൊണ്ട് അവർ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനൊരു പേടിയുണ്ടോ? പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല തന്നെ. 3 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. മാതാപിതാക്കളാണ്. എങ്ങനെയാണ് കുട്ടികളുടെ ഒരു പ്രതീക്ഷ? ടീച്ചറാണോ? അവർ കപ്പടിക്കുന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. കുട്ടികളാണ് ഇപ്പോൾ കാസർഗോഡ് വന്നിട്ട് 150 കുട്ടികൾ, 25 ടീച്ചേഴ്സും പാരന്റ്സ് അടക്കം. അടുത്ത മത്സരം ഇത്തവണ ഉണ്ടാവും. അടുത്ത മത്സരം ഉണ്ടാവും. അങ്ങനെ തന്നെ നിരവധിയായിട്ടുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. അവർ മത്സരങ്ങൾ ഏതാ മത്സരം? എന്റെ ക്രിക്കറ്റ്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കൊച്ചി. സ്റ്റാൻഡ് ജമ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം? അങ്ങനെയില്ല, സെക്കൻഡ്. തവണ അത് തിരിച്ചു പിടിക്കും. ഫുട്ബോൾ. അങ്ങനെ എല്ലാം വേണം നമുക്ക്. അങ്ങനെ പാരന്റ് ആണോ? അല്ല, ടീച്ചിങ് അല്ല, ഹോസ്റ്റൽ വാർഡനാണ്.
കുട്ടികളൊക്കെ പരിശീലനം ഞങ്ങൾ ഒരു രണ്ടാഴ്ചത്തോളമായി പരിശീലനം കൊടുക്കുന്നത്. എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. ക്രിക്കറ്റ് ഇവിടെ ജയിക്കോ? കാസർഗോഡ് കപ്പടിക്കോ? അത്ര ಆವೇಶಿಲ್ಲല്ലോ ഉണ്ട്. ಕನ್ನಡಯಾಣೋ? ಕನ್ನಡ ಸಂಸಾರಿಕೋ? ಸ್ವಲ್ಪ ಹೆದರಿಕೆ ಆಗಿತ್ತು, ಆದರೆ 4ನೇ ಸ್ಥಾನ ಪಡೆದುಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಯಿತು. ನನ್ನ ಮನೆಯವರಿಗೆ, ನನ್ನ ತಂದೆ ತಾಯಿಗೆ, ನನ್ನ BRC അധ്യാപകರಿಗೆ ನಾನು ചിരുണിയാಗಿರ್ತೇನೆ. ധന്യവാദ. അങ്ങനെ തന്നെയാണ് മലബാറിലെ കാസർഗോഡിലെ കുട്ടികളാണ് ആദ്യ ബാച്ചായി ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അവർ നാളെ മുതൽ ട്രാക്കിലിറങ്ങും. അതുപോലെ തന്നെ ഈ വരുന്ന 28 വരെയുള്ള കായിക മത്സരങ്ങൾക്ക് അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. കാസർഗോഡ് ഇത്തവണ കപ്പടിക്കുമെന്നുള്ളതാണ് കുട്ടികളുടെ പ്രതീക്ഷ. ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. സൗദി റിയാദിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം തുടങ്ങി. സൗദി നിക്ഷേപ മന്ത്രാലയം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മുഹമ്മദ് അൽ അഹ്മരി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ലുലു ഹൈപ്പറിന്റെ സൗദി അറേബ്യയിലെ 71ാമത് സ്റ്റോറാണ് റിയാദിലെ തുവൈക്കിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയുടെ വിഷൻ 2030 പിന്തുണയേകി റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് തുവൈക്കിലെ പുതിയ സ്റ്റോർ. 65,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന തുവൈക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് തുവൈക്കിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലഭിക്കുകയെന്നും പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ടോട്ടൽ 263 GCCയിൽ ഇന്ന് തികയുകയാണ്. ടോട്ടൽ സൗദി അറേബ്യയിൽ അറാംകോ കൂടാതെ 71ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ്. ഈ സെൻട്രൽ റീജിയനിൽ 14ാമത്തേതാണ്. അറാംകോ 18, കമ്മീഷണറി നിയോം 2. ഈ തുവൈക്ക് റിയാദ് വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയയാണ്. ന്യൂ എക്സ്റ്റെൻഡഡ് റിയാദാണിത്. അതുകൂടാതെ ഞങ്ങൾ പറഞ്ഞിരുന്ന മാതിരി 2030 വിഷനിൽ ഞങ്ങൾ 100 ഷോപ്സ് തികയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. അത് തികയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. റിയാദ് ചേംബർ ബോർഡ് അംഗം തുർക്കി അൽ അജ്ലാൻ, സൗദി അറേബ്യയിലെ UAE സ്ഥാനപതി മത്തർ സലീം അൽ ദഹേരി, ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു ഗ്ലോബൽ ഓപ്പറേഷൻ ഡയറക്ടർ സലീം MA, സൗദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ബഹുസ്വരത, നീതി, സമാധാനം എന്ന പ്രമേയത്തിൽ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. ത്രൈമാസ ക്യാമ്പയിന്റെ ജിദ്ദ ഉദ്ഘാടനം ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി നിർവഹിച്ചു. ബഹുസ്വരതയും നീതിയും നിലനിൽക്കുന്ന ഇടങ്ങളിൽ സമാധാനവും പുരോഗതിയും വന്നുചേരുമെന്ന് സംഗമത്തിൽ സംസാരിച്ച സാമൂഹ്യ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രതിനിധികൾ പറഞ്ഞു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ക്യാമ്പയിൻ നാഷണൽ കമ്മിറ്റി ചെയർമാൻ സലാ കരടൻ അധ്യക്ഷനായി. വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. മുസ്തഫ മൗലവി അകമ്പാടം പ്രമേയ വിശദീകരണം നടത്തി. ജരീർ വേങ്ങര, ഷക്കീർ ബാബു എന്നിവർ സംസാരിച്ചു. ജിദ്ദയിൽ കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സംഗീത വിരുന്നും പുലിക്കളിയും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടത്തി. വിവിധ മേഖലകളിലെ നേട്ടത്തിന് ഡോക്ടർ ഷിബു തിരുവനന്തപുരം, വാസു വെള്ളത്തേടത്ത് എന്നിവരെയും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അനിൽ നായരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. നിസാർ യൂസഫ്, അനീസ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കുവൈറ്റിലെ മലയാളി വിദ്യാർത്ഥിയും കാസർഗോഡ് സ്വദേശിയുമായ നിഹാൽ കമാൽ ബഹ്റൈനിൽ നടക്കുന്ന 3ാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ഒക്ടോബർ 22 മുതൽ 31 വരെ നടക്കുന്ന കായികമേളയിലേക്കാണ് യുവ മലയാളി അത്ലീറ്റും കുവൈറ്റിലെ ഡൽഹി പബ്ലിക് സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നിഹാൽ കമാൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. 100 മീറ്റർ ഓട്ടത്തിലും 1000 മീറ്റർ റിലേയിലും നിഹാൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. കാസർഗോഡ് ബള്ളൂർ സ്വദേശി മുഹമ്മദ് കമാലിന്റെയും റഹീന കമാലിന്റെയും മകനാണ് നിഹാൽ കമാൽ. കുവൈറ്റിൽ തിരൂർ സ്വദേശി സൈഫുദ്ദീൻ നിര്യാതനായി. ഹൃദയാഘാതത്തെ തുടർന്ന് ജാബിർ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കുവൈറ്റ് KMCC തിരൂർ മണ്ഡലം പ്രവർത്തകനായിരുന്നു. KMCC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.